10, 11, 12 വയസ്സൊക്കെ പ്രായം മാത്രമുള്ള ചെറിയ കുട്ടികൾ നാളെ വല്ല റെയിൽവേ ട്രാക്കിലോ കുറ്റിക്കാട്ടിലൊക്കെ പോയി കടക്കണ്ടെന്നുണ്ടെങ്കിൽ ഓരെ പഠിക്കാൻ വേണ്ട രക്ഷിതാക്കൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി, ഒന്ന് അറിഞ്ഞു വെച്ചോളി. നിങ്ങളൊക്കെ പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡ് ബാക്കിൽ നിന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് നടക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. നല്ലതാണ്. സ്കൂൾക്കാണ് അല്ലെങ്കിൽ കോളേജിൽ പറഞ്ഞിട്ട് രാവിലെ കുളിച്ച് മാറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ പലരും ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിലെ കച്ചവടക്കാരാണ്. ഇങ്ങനൊരു മെസ്സേജ് തരാൻ കാരണം, ഇന്നലെ കരുവാരക്കുണ്ട് സ്കൂളിലെ 14 വയസ്സായി 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി തൂരി വെച്ച് അതിദാരുണമായ രീതിയിൽ ബലാത്കാരം ചെയ്ത് കൊല്ലപ്പെടുത്തിയ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് നിത്യശാന്തി നേരുകയാണ്. പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിലും അതിന്റെ കോണിക്കൂടിലും ദിവസവും നിരവധി തവണ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. 14, 13, 12, 15 വയസ്സായ പെൺകുട്ടികളും അവർക്കൊത്തിരി കാമുകന്മാരെ കൂടെ നിന്ന അവരെ ലീലാവിലാസങ്ങളെ കണ്ടിട്ട് മനസ്സറിഞ്ഞ് വേദനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒരു കുറ്റിക്കാട്ടിലോ ഒരു റെയിൽവേ ട്രാക്കിലോ ഈ വശമായി കടക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിച്ചേ മതിയാകൂ. ഇന്നത്തെ ആധുനിക കാലത്ത് തന്തവൈബും തള്ളവൈബും പറഞ്ഞുകൊണ്ട് തിരസ്കരിക്കുന്ന ഒരു വാക്കാണ് മക്കളെ ഉപദേശിച്ചു കഴിഞ്ഞാൽ. തമ്മാടിത്തരങ്ങൾക്കും തോന്നിയാസങ്ങൾക്കും ലഹരിയുടെ അകമ്പടി കൂടിക്കൊണ്ട് നിങ്ങളുടെ മക്കളെ വഴിവെപ്പിക്കുന്ന കഴുകന്മാരായിട്ടുള്ള കാമുകന്മാർ ഇന്ന് വിലസുന്ന നാടാണ് നമ്മുടെ നാട്. അവരിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കേണ്ട ബാധ്യത ഓരോ രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ശബ്ദം ശ്രമിക്കുന്ന വിശൽ കാണുന്ന മുഴുവൻ രക്ഷിതാക്കളും അവനാന്റെ മക്കളുടെ സ്കൂൾ സമയം അധ്യാപകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലിപ്തപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ മനുഷ്യരും നമ്മുടെ കൂടെ കൂടുന്നത് സ്നേഹിക്കാൻ വേണ്ടി മാത്രമാകണം എന്നില്ല. ചിലർ നമ്മെ തകർക്കാനും കൂടിയാണ്. അങ്ങനെയുള്ള മനുഷ്യരെ തിരിച്ചറിഞ്ഞ് അവരെ മാറ്റി നിർത്തുക. എല്ലാത്തിനേക്കാളും വലുതാണല്ലോ നമ്മുടെ സ്വയം രക്ഷ.